നമസ്കാരം, എല്ലാവർക്കും രാഹുൽസ് കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 കെമിസ്ട്രിയിലെ 6ാമത്തെ പാഠമായ തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിലെ എൻതാൽപ്പി എന്ന ടോപ്പിക്കാണ്. ഇതിനു മുമ്പുള്ള ഭാഗങ്ങൾ ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് ഈ ചാപ്റ്ററിന്റെ പേരിൽ പ്ലേലിസ്റ്റ് ആക്കി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ കാണുക. ഓക്കെ, തുടങ്ങാം. എൻതാൽപ്പി. ഓക്കെ, അപ്പൊ എൻതാൽപ്പി എന്ന ടേം നമ്മൾ ആദ്യമായിട്ടാണ് പഠിക്കുന്നത്, അല്ലെ? എൻതാൽപ്പി എന്ന ടേം ആദ്യമായിട്ടാണ് പഠിക്കുന്നത്. എൻതാൽപ്പി സൂചിപ്പിക്കുന്ന സിമ്പൽ H ആണ്. ആക്ച്വലി ഞാൻ കഴിഞ്ഞ 4ാമത്തെ പാഠത്തില് എൻതാൽപ്പി എന്താണെന്ന് ജസ്റ്റ് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ് എൻതാൽപ്പി. ഓക്കെ, എൻതാൽപ്പി എന്ന് വെച്ചാൽ ഹീറ്റ് കണ്ടന്റ് ആണ്. ഹീറ്റ് കണ്ടന്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഞാൻ അന്നൊരു സൂചന തന്നതാണ് ഇതിനെ കുറിച്ച്. നോക്കാം നമുക്ക് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നോക്കിയാണേ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ΔU = Q + W, അല്ലെ? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് ΔU = Q + W. എന്നാൽ നമുക്കറിയാം വർക്ക് ഈക്വൽ ടു എന്താണ്? -P × ΔV, അല്ലെ? -P × ΔV. സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കാം. ΔU = Q - P × ΔV, അല്ലെ? കാരണം ഇവിടെ പ്ലസ് ഉണ്ട്, പക്ഷെ ഈ മൈനസ് ചിലപ്പോൾ എന്ത് ചെയ്യും? അത് മൈനസ് ആയിപ്പോ. സോ ΔU = Q - P × ΔV. അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച എന്താണ്? അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്ത് സംഭവിക്കും? ΔV എന്താണ്? = 0 വരും, അല്ലെ? ചേഞ്ച് ഇൻ വോളിയം ആണ് ΔV. ചേഞ്ച് ഇൻ വോളിയം. കോൺസ്റ്റന്റ് വോളിയം എന്ന് വെച്ചാൽ വോളിയം ചേഞ്ച് ഇല്ല. അപ്പൊ എന്താണ്? ΔV = എന്ത് വരും? ΔV = എന്ത് വരും? 0 വരും. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണേ. അപ്പൊ ΔU എന്ത് വരും? ΔU = QV വരും, അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ΔU = QV വരും, കാരണം ഈ വാല്യൂ 0 ആണ്. സോ ΔU = Q ആണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? V എടുക്കും, അല്ലേ? കാരണം എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എന്താണ്? ഹീറ്റ് സപ്ലൈഡ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഇന്റേണൽ എനർജി, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി = ഹീറ്റ് സപ്ലൈഡ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഓക്കെ, ഇവിടെ നിൽക്കട്ടെ. ഇപ്പൊ എന്താണ് ഞാൻ പറഞ്ഞത്? ഹീറ്റ് സപ്ലൈഡ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. പക്ഷെ നിങ്ങൾ ആലോചിക്കുകയാണ്, നടക്കുന്ന എല്ലാ റിയാക്ഷൻസും, നമ്മുടെ കെമിസ്ട്രിയിൽ നടക്കുന്ന എല്ലാ റിയാക്ഷൻസും മോസ്റ്റ് പ്രോബബ്ലി കോൺസ്റ്റന്റ് വോളിയത്തിലാണോ ചെയ്യുന്നത്? വളരെ കുറച്ച് റിയാക്ഷൻസ് എന്ത് ചെയ്യും? നമ്മൾ കോൺസ്റ്റന്റ് വോളിയത്തിൽ പ്രിഫർ ചെയ്യും. പക്ഷെ മോസ്റ്റ് ഓഫ് ദി റിയാക്ഷൻ എവിടെ ആയിരിക്കും? കോൺസ്റ്റന്റ് പ്രഷറിലായിരിക്കൂലേ? ആ ഒരു കാര്യത്തിൽ സംശയം ഉണ്ടോ? സംശയം വേണ്ട കുട്ടികളെ. നമ്മൾ ചെയ്യുന്ന എല്ലാം അറ്റ്മോസ്ഫിയറിലല്ലേ ചെയ്യുന്നത്. നമ്മൾ ഇവിടെ വെച്ചല്ലേ ചെയ്യുന്നത്. എന്തായാലും ഇവിടുത്തെ പ്രഷർ എന്താണ്? അറ്റ്മോസ്ഫിയർ പ്രഷർ. അപ്പൊ പ്രഷർ അല്ലേ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുന്നത്. നമ്മൾ ഏത് റിയാക്ഷൻ എടുക്കാൻ ശ്രമിച്ചാലും മോസ്റ്റ് ഓഫ് ദി റിയാക്ഷൻ എന്തായിരിക്കും? അത് കോൺസ്റ്റന്റ് പ്രഷർ ആയിരിക്കും. ഓക്കെ, കോൺസ്റ്റന്റ് പ്രഷർ ആയിരിക്കും. സോ നമുക്ക് ഇതിനെല്ലാം ഒരു മാറ്റം വരുത്തണ്ടേ, അല്ലെ? ഞാൻ പറഞ്ഞില്ലേ, വളരെ കുറച്ച് കണ്ടീഷനിൽ നമ്മൾ വളരെ റെയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? കോൺസ്റ്റന്റ് വോളിയത്തിലൊക്കെ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പെരിമെന്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. പക്ഷേ മോസ്റ്റ് ഓഫ് ദി കണ്ടീഷൻ എന്തായിരിക്കും? കോൺസ്റ്റന്റ് പ്രഷർ ആയിരിക്കും. ഓക്കെ, അപ്പം അതുകൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്? എന്തായാലും പിന്നെ ടൈം കൊണ്ടുവന്ന് അങ്ങോട്ട് വരാം. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വന്നേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ ഓക്കെ അല്ലേ? ΔU = Q + W, ΔU = Q - P × ΔV. കോൺസ്റ്റന്റ് വോളിയം ആണെങ്കിൽ ΔV = 0. അറിയപ്പെടുന്ന പേരെന്താണ്? ഐസോകോറിക് പ്രോസസ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് എന്നറിയപ്പെടും. കോൺസ്റ്റന്റ് പ്രഷർ ആണെങ്കിൽ ഐസോബാറിക്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, ഇതെല്ലാം പഠിച്ചതാണ്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണെങ്കിൽ ഐസോതെർമൽ. ഓക്കെ, ബാക്കി നോക്കാം. ജസ്റ്റ് ഒന്ന് വായിക്കാണ് ഞാൻ. ഓക്കെ, ബാക്കി നോക്കാം. നമ്മൾ എന്താ പറഞ്ഞേ? എല്ലാ റിയാക്ഷൻ നടക്കുന്നത് എപ്പോഴാണ്? കോൺസ്റ്റന്റ് പ്രഷറിലാണെന്ന് പറഞ്ഞു, അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനെ കുറച്ച് മോഡിഫൈ ചെയ്യാം. നോക്കാം. നോക്കിയോ, ΔU = QP. വർക്ക് എന്താണ്? -P ΔV, അല്ലെ? ΔU = QP - P ΔV. QP എന്തായിരിക്കും? ഹീറ്റ് സപ്ലൈഡ്, അല്ലെ? അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. -P ΔV എന്താണ്? വർക്ക് ഡൺ, അല്ലെ? വർക്ക് ഡൺ. ഓക്കെ അല്ലേ? അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞതാണ്. എങ്ങനെയാണ് ഈ മൈനസ് പറഞ്ഞതൊക്കെ ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാണ്. അതുകൊണ്ടാണ് കൂടുതൽ വിശദീകരിക്കാത്തത്. ഓക്കെ, അപ്പൊ ΔU = QP - P ΔV. സംശയമുള്ള കാര്യത്തില്. കാരണം എന്താണ്? കോൺസ്റ്റന്റ് പ്രഷറിൽ എടുക്കുന്നു.
ഓക്കെ, ബാക്കി നോക്കാം. ഞാനൊരു സിസ്റ്റം എടുക്കുകയാണ്, ഒരു സിസ്റ്റം. ആ സിസ്റ്റം U1 കണ്ടീഷനിൽ നിന്നും U2 കണ്ടീഷനിലോട്ട് പോവുകയാണ്. അതായത് ആദ്യം ചെയ്യുന്നുണ്ട് ഇന്റേണൽ എനർജി U1 ആണ്. ആദ്യം അതിന്റെ ഇന്റേണൽ എനർജി U1 ആണ്. ഓക്കെ, ആ സമയത്തെ അതിന്റെ വോളിയം എന്താണ്? V1 ആണ്. V1. ഓക്കെ, ഒരു സിസ്റ്റം എടുക്കുകയാണെ ആ സിസ്റ്റത്തില് ആ സമയത്തുള്ള അതിന്റെ ഇന്റേണൽ എനർജി എത്രയാണ്? U1. ഓക്കെ, അതുകൊണ്ട് സംഭവിച്ചു, അപ്പോഴത്തെ വോളിയമാണ് V1. ഓക്കെ, ഇത് സംഭവിച്ചു, എന്തോ ചേഞ്ച് സംഭവിച്ചിട്ട് എന്ത് ചെയ്തു? അതിന്റെ ഇന്റേണൽ എനർജി U2 ആയി. വർക്ക് ചെയ്തിട്ടോ ഹീറ്റ് ചെയ്തിട്ടോ എന്ത് ചെയ്തു? അതിന്റെ ഇന്റേണൽ എനർജി U2 ആയി. ആ സമയത്തെ വോളിയമാണ് V2. ഓക്കെ, അപ്പൊ U1 നിന്നും സിസ്റ്റം എന്ത് ചെയ്ത് U2 പോയി. U1 നിന്നും സിസ്റ്റം എന്ത് ചെയ്ത് U2 പോയി. ആ സമയത്തുള്ള വോളിയം എന്തായി? V1 നിന്നും V2 ആയി. സംശയമില്ല കാര്യത്തില്. പ്രഷറോ P1 ഉം P2 ആണോ? മറ്റേ കോൺസ്റ്റന്റ് പ്രഷറിനെ പറ്റിയാ പറഞ്ഞുകൊണ്ടിരിക്കണേ. സോ പ്രഷർ എല്ലായിടത്തും തുല്യമാണ്. ഇവിടുത്തെ പ്രഷർ തന്നെയാണ് ഇവിടുത്തെയും പ്രഷർ, P തന്നെയാണ് പ്രഷർ. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഡെൽറ്റ U എന്താണ്? ഡെൽറ്റ U U2 മൈനസ് U1. U2 മൈനസ് U1. ഇന്റേണൽ എനർജി ചേഞ്ച് എന്താണ്? U2 മൈനസ് U1. ചേഞ്ച് ഇൻ വോളിയമോ? ചേഞ്ച് ഇൻ വോളിയം ഡെൽറ്റ V എന്താണ്? V2 മൈനസ് V1. ഇതൊക്കെ എങ്ങനെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ, മുമ്പത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതന്നെ. അവനാണ് കൂടുതൽ അത് വിശ്വസിച്ചോണ്ടിരിക്കാതെ. അപ്പം ഡെൽറ്റ U എന്താണ്? U2 മൈനസ് U1. ഡെൽറ്റ V എന്താണ്? V2 മൈനസ് V1. ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോക്കിയാണേ, ഡെൽറ്റ U എന്താണ്? U2 മൈനസ് U1. സോ U2 മൈനസ് U1 ഈക്വൽ ടു QP മൈനസ് P ഇൻറ്റു ഡെൽറ്റ V എന്താണ്? V2 മൈനസ് V1. V2 മൈനസ് V1. ഓക്കെ, ഞാൻ ഈ LHS-നെ RHS ആയിട്ടും RHS-നെ LHS ആയിട്ട് എഴുതാണ്. കാരണം എനിക്ക് വേണ്ടത് QP ആണ്. അതുകൊണ്ടാണ്. അപ്പൊ QP ഈക്വൽ മൈനസ് P ഇൻറ്റു V2 മൈനസ് V1 ഈക്വൽ ടു U2 മൈനസ് U1. ഓക്കെ, ഞാൻ വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഈ സൈഡിൽ കടന്നതിനടുത്ത് ഇപ്പുറ സൈഡിലും ഇപ്പുറത്ത് കടന്നതിനടുത്ത് അപ്പുറത്തും ആക്കി. ഓക്കെ, ചെയ്യാൻ എളുപ്പത്തിനാണ്. ബാക്കി എഴുതാം. QP മൈനസ് P ഇൻറ്റു V2 PV2 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് P ഇൻറ്റു V1 PV1 ഈക്വൽ ടു U2 മൈനസ് U1. ഓക്കെ, U2 മൈനസ് U1. ഞാൻ ബാക്കിയെല്ലാം മാറ്റിയാണ്, ഇത് മാത്രം വെച്ചിട്ട് ബാക്കിയൊന്നും വേണ്ട നമുക്ക്. ഓക്കെ, ഞാൻ സ്റ്റെപ്സ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടേ, അതുകൊണ്ടാണ് പറയാത്ത. ഓക്കെ, ജസ്റ്റ് റീഅറേഞ്ചിങ് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനേ ഉള്ളൂ. ഓക്കെ, പക്ഷെ എന്നാലും അവർ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നു. നമുക്ക് ഞാൻ പറഞ്ഞു QP കണ്ടെത്തണം. സോ QP ഈക്വൽ ടു U2 മൈനസ് U1. U2 മൈനസ് U1 മൈനസ് പ്ലസ് V2 പ്ലസ് PV2. ഇത് പ്ലസ് എന്താ? മൈനസ് ആവും. മൈനസ് PV1. ഓക്കെ, അപ്പൊ QP ഈക്വൽ ടു U2 മൈനസ് U1 പ്ലസ് PV2 മൈനസ് P1. നമുക്ക് 1 ടൈംസ് എല്ലാം ഒരുമിച്ച് എഴുതാം, 2 ടൈംസ് എല്ലാം ഒരുമിച്ച് എഴുതാം. ഓക്കെ, U2 അടുത്ത പ്ലസ് PV2 പ്ലസ് അടുത്ത മൈനസ് U1 മൈനസ് PV1. ഓക്കെ, ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഇവിടെ ചെയ്തേ ഉള്ളൂ. എന്താണ് ചെയ്തത്? 2 ടൈംസ് എല്ലാം ഒരുമിച്ച് എഴുതി, 1 ടൈംസ് എല്ലാം ഒരുമിച്ച് എഴുതി. ഓക്കെ, അപ്പൊക്കെയാണ് U2 പ്ലസ് PV2. ഈ രണ്ട് മൈനസിനോട് ചേർത്ത് ഒരു മൈനസ് പുറത്തെടുക്കുകയാണേ. അപ്പം U1 പ്ലസ് PV1 ആണല്ലോ. കാരണം ഈ മൈനസിന്റെ വരുമ്പോഴത്തേക്ക് ഇവിടെ മൈനസ് ആവും, ഇവിടെയും മൈനസ് പെട്ട് ഇവിടെ മൈനസ് ആവും. സോ വാല്യൂ മാറ്റമില്ല. അപ്പൊ QP ഈക്വൽ ടു U2 പ്ലസ് PV2 മൈനസ് U1 പ്ലസ് PV1. ഓക്കെ, നോക്കിയാണേ, ഇവിടെയാണ് ഞാൻ പുതിയൊരു ടേം കൊണ്ടുവരാൻ പോണേ, നമ്മുടെ എൻതാൽപ്പി H എന്താണ്? എൻതാൽപ്പി. ഓക്കെ, H ഈക്വൽ ടു U പ്ലസ് PV. ഓക്കെ, U പ്ലസ് PV. H ഈക്വൽ ടു U പ്ലസ് PV. ഇതാണ് എന്ത്? നമ്മുടെ എൻതാൽപ്പി. എന്താണ്? H ഈക്വൽ ടു U പ്ലസ് PV. H ഈക്വൽ ടു U പ്ലസ് PV. ഓക്കെ, ഈ ഒരു H ഈക്വൽ ടു U പ്ലസ് PV ഇല്ലേ? എവിടെ കിട്ടുന്ന അറിയാമോ? ഇവിടെ U പ്ലസ് PV. ഈ ടേമിനെ നമ്മൾ എന്ത് എഴുതിക്കണേ? എൻതാൽപ്പി എന്നൊരു പുതിയ ടേം കൊണ്ട് സൂചിപ്പിക്കുന്നേ. അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നോക്കണേ. മോളിൽ വായിക്കണേ, മോളിന് ആവശ്യമില്ലല്ലോ. സോ മോളിൽ വായിക്കണേ.
അപ്പൊ എന്താണ് QP ഈക്വൽ ടു U2 പ്ലസ് PV2. അപ്പൊ U2 പ്ലസ് PV2 എന്തായിരിക്കും H2. H എന്താണ് U പ്ലസ് PV അല്ലെ. അപ്പൊ U2 ഉം V2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും H എന്താണ് H2 അല്ലെ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ QP ഈക്വൽ ടു H2 മൈനസ് U1 പ്ലസ് PV എന്തായിരിക്കും. അപ്പം U1 ഉം PV1 ഉം എന്താണ് H1 അല്ലെ. അപ്പം എന്ത് വരും QP ഈക്വൽ ടു H2 മൈനസ് H1. H2 മൈനസ് H1 എങ്ങനെ എഴുതാം ഡെൽറ്റ H. QP ഈക്വൽ ടു ഡെൽറ്റ H. ഓക്കെ QP ഈക്വൽ ടു ഡെൽറ്റ H. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞോട്ടെ. നമുക്ക് ഈ കിട്ടിയ H ഇല്ലേ ഡെൽറ്റ H എന്താണ് ഒരു ഹീറ്റ് കണ്ടന്റ് ആണ് അല്ലേ. നമുക്ക് H ഈക്വൽ ടു QP. H എന്താണ് ഹീറ്റ് കണ്ടന്റ്. QP എന്താണ് ഹീറ്റ് സപ്ലൈഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അതല്ലേ ഡെൽറ്റ H ചേഞ്ച് ഇൻ അല്ലെ ചേഞ്ച് ഇൻ ഹീറ്റ്. ഓക്കെ അപ്പൊ നമുക്ക് എന്ത് കിട്ടി QP എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ഹീറ്റ് സപ്ലൈഡ് എന്ന് കിട്ടിയല്ലോ. ഇനി ഞാൻ ചോദിക്കട്ടെ പരീക്ഷ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എൻതാൽപ്പി ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണോ അല്ലയോ. എൻതാൽപ്പി ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണോ അല്ലയോ ചോദിച്ചോട്ടെ. എന്താണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ. സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പൊ ഉദാഹരണം ടെമ്പറേച്ചർ ഉണ്ട്, വോളിയം ഉണ്ട്, പ്രഷർ ഉണ്ട്, ഇന്റേണൽ എനർജി ഉണ്ട്. ഇതൊക്കെ എന്താണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. കാരണം എന്താണ് ആ സമയത്തുള്ള സ്റ്റേറ്റിനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ അത് ഡിപ്പെൻഡ് ചെയ്യൂ. അല്ലാതെ എങ്ങനെ ഇവിടെ നിന്ന് അവിടെ എത്തി, എങ്ങനെ പ്രഷർ ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്ത് അവിടെ എത്തി അങ്ങനെ നമ്മൾ എന്ത് ചെയ്യൂല നോക്കേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ പ്രഷർ എത്ര, മുമ്പത്തെ പ്രഷർ എത്ര, ഇപ്പോഴത്തെ വോളിയം എന്ത്, അപ്പോഴത്തെ വോളിയം എന്ത്, അങ്ങനെയല്ലേ നോക്കത്തുള്ളൂ. അല്ലാതെ ഈ പ്രഷർ എങ്ങനെയാണ് കൂടിയത്, വോളിയം എങ്ങനെയാണ് കുറഞ്ഞത്, അങ്ങനെയൊക്കെ നോക്കാറുണ്ടോ ഇല്ല. അതൊക്കെ എന്താണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. ക്വസ്റ്റ്യൻ ആണ് എൻതാൽപ്പി ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണോ അല്ലയോ എന്ന് ചോദിക്കാനുള്ള കാരണം ഇത്രയേ ഉള്ളൂ. ഹീറ്റ് സപ്ലൈ ആണ് എന്താണ് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ല അല്ലെ. ഹീറ്റ് സപ്ലൈ എങ്ങനെയാണ്, ഹീറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ല. നമുക്ക് ചൂടാക്കിക്കൊണ്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചൂട് കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെ. അപ്പം ഉറപ്പായിട്ട് എന്തല്ല ഹീറ്റ് എന്ന് പറയുന്ന സംഭവം, ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുന്നത് ഒരു എന്തല്ല സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ QP നമുക്ക് ഡെൽറ്റ H എന്ന് പറയുന്നത് ഹീറ്റ് സപ്ലൈഡ് അല്ലേ. അങ്ങനെ നമുക്ക് എന്ത് വിചാരിക്കും നമ്മള് അതൊരു സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ലെന്നല്ലേ വിചാരിക്കൂ അല്ലേ. പക്ഷെ നോക്കാം നോക്കിയാണ് H എന്താണ് H ഈക്വൽ ടു U പ്ലസ് PV. U എന്താണ് ഇന്റേണൽ എനർജി ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ലേ ആണ്. P എന്താണ് പ്രഷർ സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ലേ ആണ്. V എന്താണ് വോളിയം സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ലേ ആണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ അതിന്റെ സമം ഉറപ്പായിട്ടും സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ലേ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഡെൽറ്റ H എന്ന് പറയുന്നത് എന്താണ് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. അതിന്റെ കാരണം എന്താണ് H ഈക്വൽ ടു U പ്ലസ് PV ആണ്. U എന്ന് പറയുന്നത് ഇന്റേണൽ എനർജി ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്, പ്രഷർ ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്, വോളിയം ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് അതിന്റെ സം എന്താണ്, സം ആയിട്ടുള്ള H എന്താണ് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. ശ്രദ്ധിക്കണേ, വെരി വെരി ഇമ്പോർട്ടന്റ്. അതിന്റെ കാര്യം ഇതാണ്, സാധാരണ ഒരു Q എഴുതിയ അതെന്തല്ല സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ല. പക്ഷേ QP ഡെൽറ്റ H എന്താണ് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. ഇനി QP ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണെന്ന് വെച്ചാലോ എങ്ങനെ എഴുതും, അതിന് ഉത്തരം കുട്ടി. QP ഈക്വൽ ടു U2 പ്ലസ് PV2 മൈനസ് U1 പ്ലസ് PV1. U2 P V2 U1 P V1 ഈ പറഞ്ഞ എല്ലാ സംഭവം എന്താണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. സോ അങ്ങനെയാണെങ്കിൽ QP എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. അപ്പൊ H ആയിക്കോട്ടെ അതല്ല QP ആയിക്കോട്ടെ എന്താണ് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മള് ഹീറ്റ് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ലല്ലോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തെറ്റിപ്പോകും. പക്ഷെ അങ്ങനെയല്ല. H ഈക്വൽ ടു U പ്ലസ് PV വരുന്നത് കൊണ്ട് H ഈക്വൽ ടു U പ്ലസ് PV വരുന്നുണ്ട്. U എന്താണ് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്, P യും V യും എന്താണ് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. സോ അതിന്റെ സമ്മായിട്ടുള്ള H എന്താണ് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. അപ്പൊ ചേഞ്ച് ഇൻ എൻതാൽപ്പി ചോദിച്ചാലോ, ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്താണ് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. അതാണ് അവിടെ എഴുതിയിരിക്കണേ അല്ലേ. H2 മൈനസ് H1 അതെന്താണ് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ QP ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്, ഡെൽറ്റ H ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. ബാക്കി നോക്കാം, നോക്കിയാണേ. ഓക്കെ ബാക്കി നോക്കാം, നോക്കിയാണേ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഡെൽറ്റ U ഈക്വൽ ടു QP മൈനസ് P ഡെൽറ്റ V അല്ലേ. ഡെൽറ്റ U ഈക്വൽ ടു QP മൈനസ് P ഡെൽറ്റ V ഇത് തുടക്കത്തിൽ നമ്മൾ ഇതാണ് പറഞ്ഞത് ആണല്ലോ. അവിടെ ഇനി പറയേണ്ട അറിയില്ല. എന്നാൽ QP എന്താണ് QP ഈക്വൽ ടു ഡെൽറ്റ H നമ്മൾ ഇപ്പൊ ഡെറൈവ് ചെയ്തേ ഉള്ളൂ. QP ഈക്വൽ ടു ഡെൽറ്റ H സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ U ഈക്വൽ ടു ഡെൽറ്റ H മൈനസ് P ഡെൽറ്റ V ആണല്ലോ. ഡെൽറ്റ U ഈക്വൽ ടു ഡെൽറ്റ H മൈനസ് P ഡെൽറ്റ V.
അവിടെ ഡെൽറ്റ എച്ച് ഈക്വൽ ടു അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇപ്പുറത്ത് എഴുതി എഴുതാം, അപ്പൊ എല്ലാവർക്കും മനസ്സിലാവും. പി ഡെൽറ്റ വി ഈക്വൽ ടു ഡെൽറ്റ യു അല്ലെ, ഇതിനെ ഇപ്പുറത്ത് എഴുതി ഇതിനപ്പുറത്ത് എഴുതി. അപ്പൊ അവിടെ ഡെൽറ്റ എച്ച് ഈക്വൽ ടു എന്താണ് ഡെൽറ്റ യു അല്ലെ, ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി അല്ലെ, ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഡെൽറ്റ എച്ച് ഈക്വൽ ടു പി ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഡെൽറ്റ എച്ച് ഈക്വൽ ടു എന്താണ്, ഡെൽറ്റ എച്ച് ക്യൂ പി അല്ലെ, ഡെൽറ്റ എച്ച് എന്താണ് ക്യൂ പി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ എച്ച് ഈക്വൽ ടു എന്താണ് ക്യൂ പി ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ആണല്ലോ. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, ഇക്വേഷൻ രണ്ടും ഒന്ന് തന്നെയാണ്. നമുക്കറിയാം ഡെൽറ്റ എച്ചും ക്യൂ പി ഒന്നാണെന്ന് നമുക്കറിയാം. സോ ഇക്വേഷൻ ഈക്വൽ ആണ്. ഓക്കെ അല്ലേ? ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, ഇങ്ങനെ ചോദിക്കാം. ഓക്കെ, ഇനി നമുക്കൊരു സിസ്റ്റത്തെ കുറിച്ച് നോക്കാം. എന്നൊക്കെയാണ് ഒരു സിസ്റ്റം എക്സോതെർമിക് ആണെങ്കിൽ എന്ത് സംഭവിക്കും, എൻഡോതെർമിക് ആണെങ്കിൽ എന്ത് സംഭവിക്കും, ഇതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു സിസ്റ്റം എക്സോതെർമിക് ആണെന്ന് വെച്ചോ. എന്താണ് എക്സോതെർമിക് എന്ന് നിങ്ങൾക്ക് അറിയാം, എന്നാലും ഒന്ന് പറയാം. എക്സോ മീൻസ് പുറത്തോട്ട്, തെർ മീൻസ് ടെമ്പറേച്ചർ, പുറത്തോട്ട് ടെമ്പറേച്ചർ. ഒരു സിസ്റ്റത്തിന്റെ അകത്ത് നിന്ന് പുറത്തോട്ട് എന്ത് ചെയ്യാണ്, ടെമ്പറേച്ചർ പോവുകയാണ്. എക്സോതെർമിക്, ചൂട് പുറത്തോട്ടാണ് പോകുന്നത്, ടെമ്പറേച്ചർ പുറത്തോട്ടാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ എൻഡോതെർമിക് എന്താണ്, എൻഡോതെർമിക് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, ജസ്റ്റ് വെറുതെ പറഞ്ഞു പോകണമെന്നേ ഉള്ളൂ. ഓക്കെ, എൻഡോ മീൻസ് അകത്തോട്ട്, എൻഡോ മീൻസ് അകത്തോട്ട്, തെർമിക് അകത്തോട്ട് ചൂട് എടുക്കുക. എച്ച് എന്താണ്, ഹീറ്റ് കണ്ടന്റ്. എക്സോതെർമിക് എന്താണ്, പുറത്തോട്ട് ടെമ്പറേച്ചർ അല്ലെ. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എച്ച് എന്തിന്റെ വാല്യൂ എന്തായിരിക്കും എന്നൊക്കെയാണ്. എക്സോതെർമിക് ചൂട് പുറത്തോട്ട് പോവല്ലേ, ചൂട് പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും അകത്തുള്ള ചൂട് കുറഞ്ഞല്ലേ വരത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എച്ച് എന്തായിരിക്കും, ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ശ്രദ്ധിക്കണേ, സിമ്പിൾ ആണ്. എക്സോതെർമിക് അകത്തുള്ള ചൂട് പുറത്തോട്ട് പോവുകയാണ്, അപ്പൊ എന്ത് വരും, ഡെൽറ്റ എച്ച് എന്ത് വരും, ഒരു നെഗറ്റീവ് വാല്യൂ വരും, കുറഞ്ഞു വരുന്നു. എന്നാൽ എൻഡോതെർമിക് എന്തായിരിക്കും, അകത്തോട്ട് ചൂട് വരികയാണ് ചെയ്യണേ, സറൗണ്ടിങ് നിന്നോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ചൂട് കൊടുക്കണം. സറൗണ്ടിങ് നിന്നോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹീറ്റ് സപ്ലൈ ചെയ്യാണ്. അപ്പം ചൂട് അകത്തോട്ടാണ് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ഡെൽറ്റ എച്ച് എന്ത് വരും, ഒരു പോസിറ്റീവ് വാല്യൂ വരും. നമ്മൾ എപ്പോഴും സിസ്റ്റത്തിന്റെ ഭാഗത്ത് നിന്നാണ് ചിന്തിക്കാൻ. സിസ്റ്റത്തിനകത്തുനിന്ന് ചൂട് പുറത്തോട്ട് പോയാൽ ഡെൽറ്റ എച്ച് നെഗറ്റീവ്, സിസ്റ്റത്തിലോട്ട് ചൂട് വന്നു കഴിഞ്ഞാൽ ഡെൽറ്റ എച്ച് എന്ത് വരും, ഒരു പോസിറ്റീവ് വാല്യൂ വരും. ഓക്കെ അല്ലേ? ബാക്കി നോക്കാം. നമ്മളിപ്പോ എഴുതിയതാണ് ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. നമ്മളിപ്പോ കണ്ടു ആണല്ലോ. നമ്മൾ തുടക്കത്തിൽ എന്താണ് എഴുതിയേ, തുടക്കത്തിൽ ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ മൈനസ് പി ഡെൽറ്റ വി എന്ന് എഴുതി അല്ലേ. ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ മൈനസ് പി ഡെൽറ്റ വി എഴുതി. ഇനി ഞാൻ പറഞ്ഞോട്ടെ, ഡെൽറ്റ വി ഈക്വൽ ടു 0 ആണെങ്കിൽ, ചേഞ്ച് ഇൻ വോളിയം ഈക്വൽ ടു 0 ആണെങ്കിൽ, ചേഞ്ച് ഇൻ വോളിയം ഇല്ല എന്നുണ്ടെങ്കിൽ ഡെൽറ്റ യു എന്ത് വരും, ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ വി നമുക്കറിയാം. ഓക്കെ, ഇത് നമുക്കറിയാം. ഇതിവിടെ നോക്കിട്ടെ, ക്വസ്റ്റ്യൻ നമ്പർ 2 എഴുതാം, അല്ലെങ്കിൽ 1 എഴുതാം അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 1 എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ 1. അപ്പൊ അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഡെൽറ്റ വി ഈക്വൽ ടു 0. ഡെൽറ്റ എച്ച് ആണെങ്കിലോ ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു, ഡെൽറ്റ വി 0 അല്ലേ, അപ്പൊ അതും 0. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ നമ്പർ 2. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെൽറ്റ യു എന്ന് പറയുന്നത് ക്യൂ വി, ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ഡെൽറ്റ യു. അങ്ങനെയാണെങ്കിൽ ഇത് തുല്യമല്ലേ. അപ്പൊ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നതും ഡെൽറ്റ യു എന്ന് പറയുന്നതും ക്യൂ വി എന്ന് പറയുന്നതും എല്ലാം തുല്യമല്ലേ അല്ലേ. നോക്കാം, ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ വി. ശ്രദ്ധിക്കണേ, ഇമ്പോർട്ടന്റ് ആണേ. നോക്കിയാണേ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ചേഞ്ച് ഇൻ വോളിയം ഇല്ലെങ്കിൽ ഈ ടൈം ഈക്വൽ ടു 0 വരും അല്ലേ. ഈ ടൈം ഈക്വൽ ടു 0 വരും. ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ മൈനസ് പി ഡെൽറ്റ വി. ഇവിടെയും ഡെൽറ്റ വി 0 ആണെങ്കിൽ ഇത് 0. അപ്പൊ എന്താ, ക്യൂ വി ആവും. നോക്കാം, ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ഡെൽറ്റ യുവിന് തുല്യമായി, ഡെൽറ്റ യു എന്ന് പറയുന്നത് ഡെൽറ്റ ക്യൂ വിക്ക് തുല്യമായി. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ വി, ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ വി. എന്താണ് പറഞ്ഞത്, ഡെൽറ്റ എച്ച് ഈക്വൽ ടു
ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ ബി അല്ലെ? ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ ബി. അപ്പോഴാണ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ചേഞ്ച് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യമാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചു ഗ്യാസ് എന്ന് പറയുന്ന സംഭവം ഹൈലി കംപ്രസിബിൾ ആണ്, ഹൈലി എക്സ്പാൻഡബിൾ ആണ്. നമുക്ക് കംപ്രസ് വേണമെങ്കിൽ കംപ്രസ് ചെയ്യാം, എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം. സോ ഗ്യാസിന്റെ വോളിയം ചേഞ്ച് സംഭവിക്കും. പക്ഷെ ആ കൂട്ടത്തിൽ നമ്മൾ ഒരു കാര്യം കൂടി പഠിച്ചു, സോളിഡിനും ലിക്വിഡിനും ഇൻകംപ്രസിബിൾ ആണ്, അല്ലെങ്കിൽ ഇൻഎക്സ്പാൻഡബിൾ ആണ്. കംപ്രസ് ചെയ്യാനും പറ്റത്തില്ല, എക്സ്പാൻഡ് ചെയ്യാനും പറ്റത്തില്ല. എവിടെയാണ് സോളിഡും ലിക്വിഡും? സോ സോളിഡ് ലിക്വിഡിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? വോളിയം ചേഞ്ച് വരുന്നില്ല. കംപ്രസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വോളിയം കുറയുന്നില്ല, എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വോളിയം കൂടുന്നില്ല കുറയുന്നില്ല. മീൻസ് ഡെൽറ്റ വി ഈക്വൽ ടു 0. അപ്പൊ സോളിഡിലും ലിക്വിഡിലും ശ്രദ്ധിക്കണേ, സോളിഡിലും ലിക്വിഡിലും വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡെൽറ്റ എച്ച് എന്ന് പറയുന്നതും ഡെൽറ്റ യു എന്ന് പറയുന്നതും തുല്യമാണ്. എവിടെയാണ്? സോളിഡിലും ലിക്വിഡിലും. കാരണം എന്താണ്? ഡെൽറ്റ വി ചേഞ്ച് ഇൻ വോളിയം 0 ആണ്. അങ്ങനെ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ഡെൽറ്റ യുവിന് തുല്യമാണ്. വിച്ച് ഈസ് ഈക്വൽ ടു ഹീറ്റ് സപ്ലൈഡ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. വോളിയം ചേഞ്ച് ആവില്ലല്ലോ, അപ്പൊ ഹീറ്റ് സപ്ലൈഡ്. സിംപ്ലി പറയാം, ഹീറ്റ് സപ്ലൈഡ്. അപ്പം ഡെൽറ്റ എച്ച് എന്ന് പറയുന്നതും ഡെൽറ്റ യു എന്ന് പറയുന്നതും ക്യൂബിക്ക് തുല്യം, ഹീറ്റ് സപ്ലൈഡിന് തുല്യം. രണ്ടും ഈക്വൽ ടു ക്യൂബിക്ക് തുല്യം. എവിടെയാണ്? സോളിഡും ലിക്വിഡിലും. കാരണം എന്താണ്? വോളിയം ചേഞ്ച് വരുന്നില്ല. സോളിഡും ലിക്വിഡും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കംപ്രസ് ചെയ്യാനും പറ്റുന്നില്ല, അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? എക്സ്പാൻഡ് ചെയ്യാനും പറ്റുന്നില്ല. പക്ഷെ ആരെ പറ്റും? ഗ്യാസിനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വോളിയം ചേഞ്ച് വരുത്താൻ പറ്റും. സോ അവിടെ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. നോക്കാം ബാക്കി. ഓക്കെ, ബാക്കി നോക്കാം. നോക്കിയാണേ, ഞാനൊരു ഐഡിയൽ ഗ്യാസ് എടുക്കുകയാണ്. ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ പി വി ഈക്വൽ ടു NRT. ഇത് അറിഞ്ഞൂടെന്ന് പറയില്ലേ കുട്ടികളെ? പി വി ഈക്വൽ ടു NRT. നമ്മള് കഴിഞ്ഞ പാഠത്തിൽ മുഴുവൻ കണ്ട കാഴ്ചയാണ് പി വി ഈക്വൽ ടു NRT. അല്ലെ? ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി ഈക്വൽ ടു NRT. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ഗ്യാസ് എടുക്കുകയാണ്. എ എന്ന ഗ്യാസ് ബി ആയി മാറുന്നു. എ എന്ന ഗ്യാസ് ബി എന്ന ഗ്യാസ് ആയി മാറുന്നു. ഓക്കെ, എ എന്ന ഗ്യാസ് ബി എന്ന ഗ്യാസ് ആയി മാറുന്നു. എ എന്ന് വെച്ചാൽ ഏതൊരു ഗ്യാസ് റിയാക്ഷൻ സംഭവിച്ച് ബി എന്ന പ്രോഡക്റ്റ് ഉണ്ടായി, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്ന ഗ്യാസ് ആണ്, ബി എന്ന് പറയുന്നതും ഗ്യാസ് ആണ്. രണ്ടും ഐഡിയൽ ഗ്യാസ് ആണ്. എയും ബിയും എന്താണ്? എയും ബിയും എന്താണ്? ഐഡിയൽ ഗ്യാസ് ആണ്. ഓക്കെ, ഐഡിയൽ ഗ്യാസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എയുടെ വോളിയം VA, ബിയുടെ വോളിയം VB. എന്താണ് ഞാൻ പറഞ്ഞത്? എയുടെ വോളിയം VA, ബിയുടെ വോളിയം VB. പ്രഷർ എന്തായിരിക്കും? അറ്റ്മോസ്ഫിയർ പ്രഷർ തന്നെ. സോ രണ്ടിടത്തും പ്രഷർ കോമൺ P ആണ്. ഈ സംഭവം നടക്കുന്നത് ഒരു ഐസോതെർമൽ പ്രോസസ് ആണ്. ടെമ്പറേച്ചർ അപ്പം എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. കാരണം ഒരു ഐസോതെർമൽ പ്രോസസ് ആണ്. PV ഈക്വൽ ടു NRT. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P ഇൻറ്റു B എന്തായിരിക്കും? അപ്പം VA ഈക്വൽ ടു NRT. എന്ന് പറഞ്ഞാൽ ആരാണ്? എയുടെ NA, R എന്ന് പറഞ്ഞാൽ T. ഓക്കെയാണേ, ഏഴ് ഗ്യാസിന്റെ മാത്രം എഴുതിയത്. P ഇൻറ്റു VA ഈക്വൽ ടു NA ഇൻറ്റു RT. NA എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് A. VA എന്താണ്? വോളിയം ഓഫ് ഗ്യാസ് ഓഫ് A. P പ്രഷർ, R നമുക്കറിയാം യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. T എന്താണ്? ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ സ്കെയിലാണ്? കെൽവിൻ സ്കെയിലാണ്, നമുക്കറിയാം, ക്യാപിറ്റൽ T. ഓക്കെ, അങ്ങനെയാണെങ്കിൽ B പറ. B ഏത്? P ഇൻറ്റു VB ഈക്വൽ ടു NB ഇൻറ്റു RT. സംശയമില്ലല്ലോ. നമുക്ക് കാര്യം ചെയ്യാം. ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. നമുക്കറിയാം രണ്ടാമത്തെ കണ്ടീഷൻ എന്ത് ചെയ്യണം? ഒന്നാമത്തെ കണ്ടീഷൻ കുറയ്ക്കണം. സോ ചെയ്യാം, കുറയ്ക്കണേ. നോക്കൂ, PVB മൈനസ് PVA അല്ലെ? PVB മൈനസ് PVA ഈക്വൽ ടു NBRT മൈനസ് NART ആണല്ലോ. ഇവിടെ നമുക്ക് ഇവിടെ പ്രഷർ കോമൺ അല്ലേ? സോ P പുറത്തെടുക്കാം. P ഇൻറ്റു VB മൈനസ് VA ഈക്വൽ ടു, ഇവിടെ നമുക്ക് RT കോമൺ അല്ലേ? സോ RT കോമൺ എടുക്കാം. NB മൈനസ് NA ഇൻറ്റു RT. P ഇൻറ്റു VB മൈനസ് VA. PB മൈനസ് VA എന്താണ്? ചേഞ്ച് ഇൻ വോളിയം. സോ നമുക്ക് എന്ത് ചെയ്യാം? P ഇൻറ്റു ഡെൽറ്റ V ഈക്വൽ ടു
എൻ ബി മൈനസ് എൻ എ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് അല്ലെ, എയിൽ നിന്നും ബിയിലോട്ട് ആയപ്പോഴത്തേക്കും എത്ര മോൾസിന്റെ കുറവോ കൂടുതലോ സംഭവിച്ചു. എൻ ബി മൈനസ് എൻ എ എന്താണ്, ഡെൽറ്റ എൻ ഡെൽറ്റ എൻ ഡെൽറ്റ എൻ ഡെൽറ്റ എൻ ആർ ടി ഡെൽറ്റ എൻ ആർ ടി. ഇത് ഗ്യാസ് ആണേ, സോ ഗ്യാസ് ഇട്ടേക്കാം. സോ ഡെൽറ്റ എൻ ജി, ജി ഇത് റെപ്രസെന്റ് ഗ്യാസ് ആണ്. ഗ്യാസിനെ മാത്രമേ നമുക്ക് എന്താ ഒരു ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. പി ഇൻറ്റു ബി ഈക്വൽ ടു ഡെൽറ്റ എൻ ഇൻറ്റു ആർ ടി. പി ഡെൽറ്റ ബി ഈക്വൽ ടു എൻ ജി ആർ ടി. പി ഡെൽറ്റ ബി ഈക്വൽ ടു എൻ ജി ആർ ടി. എൻ ജി ഉണ്ട്, ഡെൽറ്റ എൻ ആർ ടി നമ്മൾ ഇത്രയും പഠിച്ച ഇക്വേഷൻ തന്നെയാണ്. പി വി ഈക്വൽ ടു എൻ ആർ ടി. പി വി ഈക്വൽ ടു എൻ ആർ ടി. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കുക, ബി എന്താണ്, ചേഞ്ച് ഇൻ വോളിയം ആണ്. എൻ എന്താണ്, ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് ആണ്. ആറിന്റെയും പി വി ഈക്വൽ ടു എൻ ആർ ടി തന്നെയാണ്. ശ്രദ്ധിക്കേണ്ടതാണ്, ബി ഇവിടെ ചേഞ്ച് ഇൻ വോളിയം വരും, എൻ ഇവിടെ ഡെൽറ്റ എൻ വരും. ഓക്കെ, ഇതൊക്കെയാണ് പി പ്ലസ് ഡെൽറ്റ വി ഈക്വൽ ടു ഇതെന്താണ്, വർക്ക് ഡൺ. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി അല്ലേ, അല്ലെ ഡെൽറ്റ എച്ച് എന്താണ്, ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ എൻ ജി ആർ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. നോക്കുകയാണ് പി ഡെൽറ്റ വി എന്താണ്, പി ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൻ ജി ആർ ടി ആണല്ലോ. ഡെൽറ്റ എച്ച് എന്താണ്, ഡെൽറ്റ എച്ച് ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. നമുക്ക് ഈ ഇക്വേഷൻ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യണേ, പ്രോബ്ലംസ് ചെയ്യുന്നേ. സോ ഈ ഇക്വേഷൻ കാണാൻ പഠിച്ചു വെക്കുക. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി എല്ലാ ടൈമും വിശദീകരിച്ചിട്ടുണ്ട്. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. ഓക്കെ, ഇത് ഇവിടെ നിന്നാണ് ഈ ഇക്വേഷൻ കിട്ടുന്നത്. ഓക്കെ, അത് നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു പ്രോബ്ലം കൂടെ ചെയ്തിട്ട് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. സോ മാക്കിയാണ് ഇത്. ഓക്കെ, ഒരു പ്രോബ്ലം ഞാൻ പറഞ്ഞില്ലേ, നോക്കാം. ടെസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യണം കേട്ടോ. ഫോർ വാട്ടർ വേപ്പർ molar enthalpy change for vaporization of 1 mole of water at 1 bar and 100 degree Celsius is 41 kilojoule per mole. നമുക്ക് ഇതൊക്കെ നോക്കിയാൽ മതി ടേംസ്. കിലോജൂൾ പെർ മോൾ. ഓക്കെ, അടുത്തെന്താണ് 100 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ വന്നിട്ടുണ്ട്. 1 മോൾ വന്നിട്ടുണ്ട്. 1 ബാർ പ്രഷർ. ഓക്കെ, എല്ലാം കിട്ടി. നമുക്ക് എന്താ കാൽക്കുലേറ്റ് ഡെൽറ്റ യു ഇന്റേണൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാം. വെൻ 1 mole of water is vaporized at 1 bar and 100 degree Celsius. Okay, simple question. Direct equation substitute ചെയ്യാം. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് എൻ ജി ആർ ടി അല്ലേ. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് എൻ ജി ആർ ടി. ഡെൽറ്റ യു കണ്ടുപിടിക്കേണ്ടേ. സോ ഇത് ഇപ്പുറത്തും അത് അപ്പുറത്തും കൊണ്ടുപോവാം. ഡെൽറ്റ യു ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് എൻ ജി ആർ ടി. ഓക്കെ, ഡെൽറ്റ യു ഈക്വൽ ടു സമല്ലേ, ഡെൽറ്റ യു ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് എൻ ജി ആർ ടി ആണല്ലോ. കാരണം എന്താണ്, ഇത് പോകുമ്പോൾ മൈനസ് ആവും, ഇത് അപ്പുറത്ത് പ്ലസ് ആവും. സോ ആ മൈനസ് കട്ടായിട്ട് ഡെൽറ്റ യു ഈക്വൽ ഡെൽറ്റ എച്ച് മൈനസ് എൻ ജി ആർ ടി ആണല്ലോ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഡെൽറ്റ എച്ച് എത്ര, 41 കിലോ ജൂൾ പെർ മോൾ. സോ 41 മൈനസ് എൻ ജി എത്ര, നമ്പർ ഓഫ് മോൾസ് ചേഞ്ച് ഉണ്ടാവും. എൻ ജി എത്ര, 1 മോളിൽ 1 മോൾ തന്നെയാണ്. സോ 1 മോൾ തന്നെയാണ് എൻ ജി. ആറ് നോക്കിയാണേ കിലോ ജൂൾ, ജൂൾ പെർ മോൾ എന്താണ് 8.314 അല്ലെ. 8.3 ആർ. ടി എന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെ എഴുതാൻ പറ്റുമോ, ഇല്ല. എന്ത് ചെയ്യണം, ഇൻറ്റു പ്ലസ് 273 അല്ലേ. അപ്പൊ 373. സോ ബാക്കി ചെയ്യുക, ഉത്തരം കണ്ടെത്തിയിട്ട് എഴുതുക. ഓക്കെ, ഞാൻ ചെയ്യുന്നില്ല, ഇത്രയേ ഉള്ളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, 41 മൈനസ് 1 into 8.3 314 into 373. ഓക്കെ, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. കണ്ടുപിടിച്ച ഉത്തരം എഴുതുക. ഓക്കെ, ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. ഉത്തരം നിങ്ങൾക്ക് ടെസ്റ്റ് ഉണ്ട്. സോ അവിടെ ഞാൻ കണ്ടുപിടിക്കുന്നില്ല. ഓക്കെ, അത് ഞാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കണ്ടേ, അതിന്റെ ആവശ്യമില്ല. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ശ്രദ്ധിക്കണേ, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ആറിന്റെ വാല്യൂ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ ഞാൻ 8.314 എടുക്കാനുള്ള കാരണം എന്താണ്, ഇവിടെ കിലോ ജൂൾ പെർ മോൾ ആയതുകൊണ്ടാണ്. ശ്രദ്ധിക്കുക, യൂണിറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, എപ്പോഴും ശ്രദ്ധിക്കുക. So second question വയ്ക്കാം. 1 mole of water is converted into ice. Liquid solid. Volume change ഇല്ലല്ലോ. So delta B equal to 0. അങ്ങനെയാണെങ്കിൽ delta H equal to delta U plus P 0 വരും അല്ലേ. P delta B 0 വരും. So delta H delta U തുല്യം. delta U equal to delta H എത്ര, 41 kilojoule per mole. Okay, വാട്ടർ എന്ന് പറഞ്ഞാൽ ഗ്യാസിലാണ്, ഐസാണ്. വാട്ടർ ഐസായി, രണ്ടും സോളിഡ് ലിക്വിഡും ആണ്. സോ ഡെൽറ്റ ബി 0 ആണ്. ഡെൽറ്റ ബി 0 ആണെങ്കിൽ പി ഡെൽറ്റ ബി 0 പോകും. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു മാത്രം വരും. ഡെൽറ്റ യു എന്ന് പറയുന്നതും ഡെൽറ്റ എച്ചിനും തുല്യം, 41 കിലോ ജൂൾ പെർ മോൾ.
ഓക്കെ, ഒരു കാര്യം പറഞ്ഞോട്ടെ, ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് ചെയ്താൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും അതില്ല. ആ ഇക്വേഷൻ ജസ്റ്റ് കാണാൻ പഠിക്കുക, ആ ഇക്വേഷനിൽ ജസ്റ്റ് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ടെമ്പറേച്ചർ 100 ഡിഗ്രിയാണ് നിൽക്കുന്നത്, നമുക്ക് അതല്ല വേണ്ടത്, എന്താണ് കെൽവിൻ സ്കെയിലാണ് ചെയ്യേണ്ടത്. പിന്നെ എടുക്കേണ്ട ആറിന്റെ വാല്യൂ കഴിഞ്ഞ പാഠത്തിൽ 2-3 വാല്യൂ പഠിപ്പിച്ചിട്ടുണ്ട്, അതെല്ലാം പഠിക്കുക. തരുന്ന യൂണിറ്റ് അനുസരിച്ച് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഞാൻ മതിയാക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യുക, കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.